MDMA കേസുമായി ബന്ധപ്പെട്ട 3 അധ്യാപികമാർ അറസ്റ്റിലായെന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത. കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പകർന്നു നൽകേണ്ടവർ മയക്കുമരുന്ന് പകർന്നു കൊടുക്കുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു. നമ്മൾ എങ്ങോട്ടേക്കാണ് നമ്മുടെ നാട് പോകുന്നത് എന്ന ചോദ്യം ഉയർന്ന ഒരു ഘട്ടം കൂടിയാണ്. ഏതായാലും ആ കേസിൽ കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം. കണ്ണൂരിൽ ഇരിട്ടി സ്വദേശിയായ ജിജിൻ കുര്യാക്കോസിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് വഴി 1 കോടിയോളം രൂപയുടെ പണമിടപാട് ഇയാൾ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് നടത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി ചേതൻ കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചേതൻ, ഗുഡ് മോർണിംഗ്. ചേതൻ, കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പകർന്നു കൊടുക്കേണ്ട അധ്യാപികമാർ മയക്കുമരുന്ന് പകർന്നു കൊടുക്കുന്നു എന്നത് നമ്മളെ ഞെട്ടിപ്പിച്ച വാർത്തയായിരുന്നു, ഞെട്ടിപ്പിച്ച കാഴ്ചയായിരുന്നു. ആ കേസിൽ അന്വേഷണം വിപുലമാകുമ്പോൾ കൂടുതൽ അറസ്റ്റുകളിലേക്ക് പോവുകയാണോ? ഇപ്പോൾ ഈ ഇരിട്ടി സ്വദേശി എങ്ങനെയാണ് അറസ്റ്റിലായിരിക്കുന്നത്? ഈ കേസിൽ അയാളുടെ ബന്ധം എന്താണ്? ഈ അധ്യാപികമാരുമായി അയാൾക്ക് നേരിട്ട് ബന്ധമുണ്ടോ? മനു, ഗുഡ് മോർണിംഗ്. സമീപകാലത്ത് സംസ്ഥാനത്തെ പിടിച്ചുകുലുക്കിയ സംഭവങ്ങളിൽ ഒന്നാണ് ഈ വടകരയിലെ ഈ MDMA ഇടപാട്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ 3 പ്രതികളും അധ്യാപികമാരാണ്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ടവരാണ് ഇത്തരത്തിൽ ലഹരി ഇടപാട് നടത്തുന്നതെന്ന കാര്യമാണ് നമ്മളെല്ലാവരും ഒരുപോലെ ഞെട്ടിക്കുന്നത്. ആ കേസിൽ ഇപ്പോൾ അന്വേഷണം വടകര പോലീസ് കൂടുതൽ സ്ട്രോങ് ആക്കുകയാണ്, ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ ജിജിൻ കുര്യാക്കോസിനെയാണ് വടകര പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളെ വൈകാതെ തന്നെ കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും. ഇയാൾ പോലീസ് തരുന്ന വിവരം അനുസരിച്ച് ഇയാൾ ഇവരിൽ ഈ റാക്കറ്റിൽ കാരിയറായി പ്രവർത്തിക്കുന്ന വ്യക്തി എന്നാണ് വടകര പോലീസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സംഭവം ഇങ്ങനെയാണ്. ഈ ഒരാൾക്ക് ഈ ഇത്തരത്തിൽ MDMA രാസലഹരി ആവശ്യമുണ്ടെങ്കിൽ ആദ്യം ഈ ജിതിൻ കുര്യാക്കോസിനെ പോലുള്ള കാരിയറെ ആയിരിക്കും ആദ്യം സമീപിക്കുക. ഈ ജിതിൻ കുര്യാക്കോസ് ഇത് അധ്യാപകരെ അറിയിക്കുന്ന ഇങ്ങനെ ഒരു കേസ് വന്നിട്ടൊന്ന് അധ്യാപകരെ അറിയിക്കും. പണം ഈ MDMA വാങ്ങാൻ വന്ന ആളോട് പണം ഈ അധ്യാപികമാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടി പറയും. ആ പണം വന്നിട്ടുണ്ടോ എന്ന് അധ്യാപിക ഈ ജിതിൻ കുര്യാക്കോസിനെ വിളിച്ചറിയിക്കും. അങ്ങനെ പണം എത്തിയാൽ ജിതിൻ കുര്യാക്കോസ് ഈ MDMA കൈമാറും. ഇതാണ് ഇവരുടെ രീതി. അതായത് ഈ ലഹരി മരുന്ന് ഇടപാടിൽ ഈ അധ്യാപികമാർ നേരിട്ട് കണ്ണികളാവുന്നില്ല. അവരുടെ ബാങ്ക് അക്കൗണ്ടാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ആ ബാങ്ക് അക്കൗണ്ടിൽ തുക വന്നാൽ ഈ ലഹരി മരുന്ന് ഈ ജിതിൻ കുര്യാക്കോസിനെ പോലുള്ള കാരിയർമാർ ഈ ഇടപാടുകാർക്ക് കൊടുക്കുന്നതായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി. ഇതിൽ പ്രധാനമായും മനു എടുത്തു പറയേണ്ടത് വളരെ നമ്മൾ മനു സൂചിപ്പിച്ച പോലെ തന്നെ അധ്യാപകമാർ എങ്ങനെ ഇതിന് കുടുങ്ങിയെന്നാണ് എല്ലാവരും ഉയരുന്ന ചോദ്യം. അതായത് ഇതൊരു പോലീസ് നൽകുന്ന സൂചന അനുസരിച്ച് ഇതൊരു അന്താരാഷ്ട്ര സ്വഭാവമുള്ള മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമായാണ് ഈ 3 അധ്യാപികമാരും പ്രവർത്തിച്ചത് എന്നാണ്. ഇവരെങ്ങനെയാണ് ഈ ശൃംഖലയിൽ എത്തിച്ചേരുന്നത്? മറ്റൊരു കാര്യം പോലീസ് പറയുന്ന കാര്യം, ഈ 3 അധ്യാപികമാരും ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ് എന്ന കാര്യം കൂടി പോലീസ് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായും ആദ്യം ഇത്തരത്തിൽ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങി, പിന്നീട് അത് ശീലമായി മാറുകയും എഡിക്ഷനായി മാറുകയും പിന്നീട് മയക്കുമരുന്ന് വിൽപ്പനയിലേക്കും കടന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഇന്ന് രാവിലെ 12:30 DIGയും അതുപോലെ തന്നെ വടകര റൂറൽ SP-യും പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ കാണുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേസ് ഇപ്പോൾ ഊർജിതമായി പുരോഗമിച്ചുകൊണ്ട് ഇതൊരു അന്താരാഷ്ട്ര മാനദണ്ഡമുണ്ടെങ്കിൽ സ്വാഭാവികമായും വലിയ മയക്കുമരുന്ന് മാഫിയകളുടെ ഭാഗമാണ് ഈ അധ്യാപികമാർ എന്ന് നമ്മൾ കരുതേണ്ടി വരും. ഒപ്പം തന്നെ ഇപ്പോൾ അറസ്റ്റിലായ ജിജിൻ കുര്യാക്കോസും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്കും ഈ അന്വേഷണം പോകുന്നുണ്ടോ? തീർച്ചയായും അതിലേക്കാണ് പോലീസ് നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇന്നോ നാളെയോ ഒരുപക്ഷെ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് മനു. അതിനായി പ്രധാനമായും പോലീസ് നീങ്ങുന്നത് ഇവരുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, അതായത് ഡിജിറ്റൽ തെളിവുകളേക്കാണ് പോലീസ് മുഖ്യമായും വിരൽ ചൂണ്ടുന്നത്. അതായത് ഈ 4 പ്രതികളും ഉപയോഗിച്ച മൊബൈൽ ഫോൺ, അവർ ആരൊക്കെയായി മൊബൈൽ ഫോണിലൂടെ ബന്ധപ്പെട്ടു, മൊബൈൽ കോളുകളുടെ ഹിസ്റ്ററി, അതുപോലെ തന്നെ ഇവർ അയച്ച വാട്സാപ്പ് സന്ദേശങ്ങൾ, അതൊക്കെ പോലീസ് പരിശോധിച്ച് വരികയാണ്. അങ്ങനെ ഇവർ ആരൊക്കെയായി ബന്ധപ്പെട്ടു, ഇടപാടുകാരും അതുപോലെ തന്നെ മയക്കുമരുന്ന് വാങ്ങുന്നവരായും മയക്കുമരുന്ന് വിൽക്കുന്നവരുമായി, അങ്ങനെ ആരൊക്കെ ആയിട്ടാണ് ഇവർ ബന്ധം സ്ഥാപിച്ചത്, അതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. അപ്പോൾ പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുക, കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങുക എന്ന നയമാണ് ഇപ്പോൾ വടകര പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യതയുമുണ്ട്. 12:30 ഉച്ചയ്ക്ക് 12:30 DIG വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്.